താങ്ക് യു കർത്ത. നോക്കിയേ, കർത്ത നമ്മുടെ 4 പേരുടെയും പെയിന്റിംഗ് വരച്ചിട്ടുണ്ട്. ഇതെന്തായാലും നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡ്രോയിങ് റൂമിൽ വെക്കാം. വലിയ ഡ്രോയിങ് റൂമിൽ സ്ഥലമില്ലല്ലോ, നമുക്ക് ബെഡ്റൂമിൽ അപ്പൊ വെക്കാം. പിന്നെ നമ്മളെവിടെ ഉറങ്ങും? കഴുതേ, പെയിന്റിങ് ബെഡിലല്ല ചുവരിലാ സാധാരണ വെക്കാറ്. സംശയമുണ്ടോ? ഓക്കെ സോർദാറെ, ആണി എവിടെ വെച്ചിരിക്കുന്നേ? കിച്ചണിലുള്ള ഡ്രോയ്ക്കകത്തുണ്ട്, പോയി എടുക്ക. അല്ല, ചുറ്റിക എവിടെ പോയി? ആണി കിട്ടി. പക്ഷെ ഈ ആണി ഇനി ചുമരി തറക്കണമെങ്കിൽ എന്ത് വെച്ചടിക്കും? ഹണി, ആണി അടിക്കണമെങ്കിൽ ചുറ്റിക വേണം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ചുറ്റിക കാണുന്നില്ല. എന്നാ പിന്നെ നിനക്ക് എന്റെ തല ഉപയോഗിച്ചുകൂടെ? ഓക്കെ. എടാ പോപ്പട്ടെ, നീ എന്തായി പറയുന്നേ? അവ ഇപ്പൊ ആണി അടിക്കാൻ തല തല്ലി പൊളിച്ചേനെ. ചുറ്റിയിൽ ഡ്രോയിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെ പോയി? അത് സ്റ്റോർ റൂമിൽ ഉണ്ടാവും. പക്ഷെ ഈ പെയിന്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂമിൽ വെക്കാനാണ്. എടാ മരം മണ്ടന്മാരുടെ രാജാവേ, ആ സ്റ്റോർ റൂമിൽ പോയി ചുറ്റിക എടുക്ക്, ബെഡ്റൂമിൽ കൊണ്ടുപോയി പെയിന്റിങ്ങും വെച്ചോ. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. ഇനി ആ ചുറ്റിക കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ആ ചുറ്റിക ഇവിടെ എങ്ങും കാണുന്നില്ല. മനസമാധാനം ടി വി കാണാൻ പോലും സമ്മതിക്കില്ല കഴുത. ഓ വാ, നമുക്ക് എങ്ങനെയെങ്കിലും ചുറ്റിക കണ്ടുപിടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ടി വി കാണാൻ സമ്മതിക്കില്ല. നോക്ക്, ഇവിടെ ചുറ്റിക ഒന്നും കാണുന്നേ ഇല്ല. ചുറ്റിക ഫ്ലവർ വേസ് ഒന്നും അല്ലല്ലോ, മുമ്പിൽ കൊണ്ടുവന്ന് അലങ്കരിച്ച് വെക്കാൻ. കബോർഡ്, പെട്ടി, അല്ലെങ്കിൽ പോയി അലമാരെ നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെയിന്റിംഗ് ഒന്നുമല്ലല്ലോ ബെഡ്റൂമിൽ വെക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് അന്വേഷിക്കാം. വേഗം വാ. വേഗം അന്വേഷിക്ക് കൂട്ടുകാരെ, അല്ലെങ്കിൽ ഷോ തീർച്ചയായിട്ടും തീരും. സോറി. നോക്കിയേ, നമ്മുടെ കളഞ്ഞുപോയ പഴയ ടെഡി ബെയർ കിട്ടി. ഇത് എത്ര ദിവസം കൊണ്ട് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഇനി രാത്രി ഞാൻ ഇവരെ കൂടെ വെച്ച് തന്നെ കിടന്ന് ഉറങ്ങും. ഇതൊന്ന് വേഗം എടുത്ത് മാറ്റ്. എടുത്ത് മാറ്റ്, ഇതിനകത്ത് എന്തോ ഉണ്ട്. അതിനകത്ത് നിന്റെ തല മാത്രമല്ലേ ഉള്ളൂ. എടാ, മറ്റെന്തോ ഒന്നും ഉണ്ട്. ആദ്യം നിന്റെ ഭരതനാട്യം നിർത്ത്. എടാ, പല്ലിയാണ്. രക്ഷിക്ക. എടാ, വേഗം ഒന്ന് രക്ഷിക്ക. ഏയ്, ഇത് ഞാനാണ്. ഞാൻ മര്യാദക്ക് ഉറങ്ങുമായിരുന്നു. അകത്തോട്ട് തല കയറ്റി എന്റെ നടു ഒടിക്കാറാക്കി. എന്നിട്ട് മോങ്ങുന്നോ? ഞാൻ വേറെ മുറിയിൽ ഉറങ്ങാൻ പോവാണ്. ഇനി ആരെങ്കിലും വന്ന് എന്നെ ശല്യം ചെയ്താ എല്ലാത്തിനും കരണക്കുറ്റി ഞാൻ അടിച്ച് പൊളിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതെന്താ, നിനക്ക് കർണക്കുറ്റി മാത്രം അടിച്ചു പൊളിക്കാൻ അറിയുള്ളൂ? ഇടയ്ക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഒരിക്കൽ കൂടി എന്നെ ശല്യം ചെയ്യാൻ നോക്ക്, എല്ലാം ഞാൻ അടിച്ച് പൊളിക്കും. കൊച്ചളിയ, ഇത് നമ്മൾ എത്ര നാളായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ദേ നോക്കിയേ, കക്ഷികൾ കിട്ടി. അത് കൊള്ളാം. ഇനി ചുറ്റിക നോക്കുമ്പോ സൂക്ഷിക്കണം. കൊച്ചളിയ, നമ്മൾ 1 വർഷം മുമ്പല്ലേ ഈ കലണ്ടർ അന്വേഷിച്ച് നടന്നത്. നോക്കിയേ, ഇപ്പൊ അത് കിട്ടി. എടാ കഴുതേ, കഴിഞ്ഞ വർഷത്തെ കലണ്ടർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാ? ഭിത്തിയിലേ കഴിഞ്ഞ പ്രാവശ്യം തൂക്കിയിട്ട പോലെ തൂക്കിയിടാം. ആ കലണ്ടർ എനിക്ക് തന്നേക്ക്. ഇതിലെ ഫോട്ടോസ് മിക്കവാറും ആവശ്യം വരും. സംശയമുണ്ടോ? വേഗം ചുറ്റിയിൽ അന്വേഷിക്കേ, ടിവിയിൽ ഇപ്പോൾ തന്നെ പ്രോഗ്രാം തീരും. നശിപ്പിച്ചു, വീണ്ടും നശിപ്പിച്ചു. നശിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഈ പെട്ടി തുറന്നതേ ഉള്ളൂ. എടാ, ഈ പെട്ടിയുടെ കാര്യമല്ല, എന്റെ വല നശിപ്പിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ വീടാണ് നിങ്ങൾ ഈ നശിപ്പിച്ചു കളഞ്ഞത്. സോറി. നീ മാറാല വൃത്തിയാക്കാനുള്ള ആവേശത്തിലായിരുന്നില്ലേ? എന്നാ ഇതും കൂടി വൃത്തിയാക്കിക്കോ. ഇനി ഞാൻ വല കെട്ടാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്താണ്. തെറ്റുപറ്റിപ്പോയതാ, ക്ഷമിക്ക്. സോറി സ്പൈഡർ. ക്ഷമിച്ചു. ആദ്യം അലമാരിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാ, പിന്നെ ഈ മുറിയിൽ നിന്നാ.
കണ്ടോ മാഡം ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഈ ഫയലിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് ഇവിടെയുണ്ട്. ന്യൂസ് പേപ്പറോടൊപ്പം തന്നെ അത് ഇങ്ങോട്ട് വന്നു തോന്നുന്നത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. മേഡം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. സംശയമുണ്ടോ? ചുറ്റിക ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. വേഗം ചുറ്റിക കണ്ടുപിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആ പെയിന്റിംഗ് എങ്ങനെയാ ചുമരിൽ വെക്കുന്നേ? നിങ്ങൾ പറഞ്ഞ ചുറ്റിക ഇവിടെ എങ്ങും ഇല്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഇത് എന്റെ ഏരിയയാണ്. എല്ലായിടത്തും ഞാൻ കറങ്ങാറുണ്ട്. ഇവിടെ ചുറ്റിക പോലത്തെ ഒരു സാധനവുമില്ല. അപ്പൊ പിന്നെ ആ ചുറ്റിക എവിടെ പോയത്? ഇപ്പഴാ ഓർമ്മ വന്നത്. മാഡം റൂമിൽ പുതിയൊരു കണ്ണട വച്ചിരുന്നു. ചിലപ്പോ ആണി അടിക്കാൻ വേണ്ടി അത് കൊണ്ടുപോയിട്ടുണ്ടാകും. അവിടെ തന്നെ ഉണ്ടാകും. വേഗം വാ. നോക്ക്, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കൊച്ചലി, ഇത് എനിക്കെന്താ കിട്ടിയെന്ന് നോക്കിയേ. നമ്മള് കളിക്കുന്ന സമയത്ത് ഈ തൊപ്പിയല്ലേ അന്വേഷിച്ചോണ്ടിരുന്നത്? അതെ, ആ അതെ. തൊപ്പിയും കിട്ടി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ കളി വീണ്ടും തുടരാം. എടാ കഴുതേ, അന്നേരം കളിക്കുമായിരുന്നു. അതുകൊണ്ടാ ഈ തൊപ്പി അന്നേരം അന്വേഷിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഈ തൊപ്പി കണ്ടുപിടിച്ചു എന്ന് കരുതി കളിക്കണമെന്നില്ലല്ലോ. അതെ, വേഗം ചുറ്റിൽ അന്വേഷിക്കേ. അതാണ് ആദ്യം വേണ്ടത്. എന്തായി കാണിച്ചത് ഹണി? മാഡത്തിന്റെ വളകളൊക്കെ പൊട്ടി. എല്ലാം വേഗം എടുത്ത് വയ്ക്ക. നോക്കിയേ, എനിക്ക് കിട്ടിയത് കണ്ടോ? ടണ്ടടങ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എന്തിനാ നോക്കുന്നേ? താഴെ വീണ വള നോക്ക്, വള. എടാ കഴുതേ, ഇത് മേഡത്തിന്റെ കാണാതെ പോയ കമ്മലാണ്. സംശയമുണ്ടോ? മാഡം തീർച്ചയായിട്ടും സന്തോഷിക്കും. ദാ നോക്കിയേ, എന്റെ കയ്യിലും എന്തോ കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ എന്നെ ശല്യം ചെയ്യരുതെന്ന്. വേഗം എല്ലാരും കരണം കൈകൊണ്ട് മറച്ചോ, അല്ലെങ്കിൽ ഇവിടെ മിക്കവാറും കർണക്കുറ്റി അടിച്ച് പൊളിക്കും. എനിക്ക് ഭ്രാന്ത് പിടിച്ചാലുണ്ടല്ലോ, ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് അടിക്കും. ഇത് ഫൗളാണ്. നീ കർണത്തിട്ട് മാത്രം അടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ആ വാക്കങ്ങ് പിൻവലിച്ചു. അയ്യോ, കൂട്ടുകാരെ വേഗം ഓടിക്കോ. ഇനി എനിക്ക് സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാം. അല്ല കൂട്ടുകാരെ, ആ ചുറ്റി ഇനി എവിടെ അന്വേഷിക്കും? നമ്മൾ മേഡത്തിനോട് പറഞ്ഞിട്ട് പുതിയ ചുറ്റി ഒരെണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത്. സംശയമുണ്ടോ? ചുറ്റില് തേടി തേടി ഇന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയി. ശരി, ഒരു കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. എന്നാ പിന്നെ ഞാനും സഹിച്ചോളാം. ഞാനും സഹിച്ചോളാം. ഒന്നും അല്ലെങ്കിലും പുതിയ ചുറ്റി കിട്ടുമല്ലോ. ആ, അപ്പൊ പിന്നെ എന്റെ പെയിന്റിങ്ങിന്റെ കാര്യവും ശരിയാവും. ഒരു കാര്യം മറന്നു. മാഡം എന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ വഴക്ക് പറയും. എന്തിനാണെന്ന് അറിയാമോ? ഇല്ല, എന്തിനാ? എന്തിനാ? മാഡം ഗാർഡനിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ, പോയി ഒഴിക്കാം. വേഗം വാ. എന്റെ കത്തി പറഞ്ഞാണ് കൃഷ്ണകുമാർ നക്കിച്ചു. നിങ്ങൾ എന്നെ മൊത്തത്തിൽ നക്ഷത്രം എണ്ണിച്ചു. ചുറ്റിക. അതെ, ഇത് ചുറ്റിക തന്നെയാ. ഇന്നലെ മിസ് കാർക്കറിനോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ചുറ്റിക സാറിന്റെ കയ്യിലായിരുന്നു. മൂന്നാറിൽ നീലക്കുറിഞ്ഞി വർഷങ്ങൾ ഒരിക്കലല്ലേ പൂക്കുന്നത്. ഒരു അയൽവാസിയല്ലേ മറ്റൊരു അയൽവാസിയെ സഹായിക്കേണ്ടത്. അടികൈ. ഈ ചുറ്റിയെ കാരണം ഞങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായെന്ന് സാറിന് അറിയാമോ? പിള്ളേരെ ചുറ്റിക കൊണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടാകാനാ? ഈ സാധനം അന്വേഷിച്ച് ഞങ്ങളുടെ തലേന്ന് പുക പോയി. സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാ വെറുതെ അന്വേഷിച്ചത്? എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു. സാർ സ്വപ്നത്തെ ഒന്ന് പറഞ്ഞായിരുന്നു സാറിന്റെ കയ്യിലാണ് ചുറ്റികയെന്ന്. ചുറ്റി കണ്ടുപിടിക്കാൻ പോയതുകൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായി. പല സാധനങ്ങളും ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റി. എന്നാ പിന്നെ നമുക്ക് ആ പെയിന്റിങ് അവിടെ വൈകാതെ വെച്ചേക്കാം. ഇനിയിപ്പോ ഏതായാലും ചുറ്റിക കിട്ടിയല്ലോ. വരൂ കൂട്ടുകാരെ, ഇവന്റെ പെയിന്റിംഗ് ബെഡ്റൂമിൽ വെച്ചില്ലെങ്കിൽ ഇവൻ ഒരു സ്വൈര്യവും തരത്തില്ല. കണ്ടോ? ടങ് ടടങ്. ഓഹോ, എന്റെ കമ്മൽ. ഇതെവിടുന്നാ കിട്ടിയത്? മേഡത്തിന്റെ റൂമിന്റെ അലമാരയുടെ പുറകീന്നാ കിട്ടിയത്. ഇതെന്റെ അമ്മയുടേതാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ്. ഓഹോ, എന്റെ കുട്ടികളെ, താങ്ക് യു കുട്ടികളെ. ഇന്ന് നിങ്ങൾ എല്ലാവർക്കും എന്റെ വക പുറത്തുനിന്ന് ഡിന്നർ.